നമസ്കാരം. പ്രധാന വാർത്തകൾ. എം.ആർ. അജിത് കുമാറിന് സ്ഥലം മാറ്റം. ADGP എം.ആർ. അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് സായുധ പോലീസ് ബറ്റാലിയനിലേക്ക് മാറ്റി. ഇന്റലിജൻസ് ADGP മനോജ് എബ്രഹാമിനെ ക്രമസമാധാന ചുമതലയുള്ള ADGP ആയി മാറ്റി നിയമിച്ചു. നേരത്തെ ADGP എം.ആർ. അജിത് കുമാറുമായി ബന്ധപ്പെട്ട ഉയർന്ന വിഷയങ്ങളിൽ സംസ്ഥാന പോലീസ് മേധാവിയും പോലീസ് മേധാവിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘവും അന്വേഷിച്ച റിപ്പോർട്ടുകൾ മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ചിരുന്നു. ഇടിമിന്നലേറ്റ് 5 പേർക്ക് പൊള്ളലേറ്റു. കാസർഗോഡ് ബേഡെടുക്ക വാവടുക്കത്ത് ഇടിമിന്നലേറ്റ് 5 പേർക്ക് പരിക്കേറ്റു. വാവടക്കം പാലത്തിനടുത്തുള്ള ജനാർദ്ദന്റെ പലചരക്ക് കടയിൽ ഇരിക്കുമ്പോഴാണ് ഇടിമിന്നലേറ്റത്. ജനാർദ്ദനൻ, കൃഷ്ണൻ, അമ്പു, കുമാരൻ, രാമചന്ദ്രൻ എന്നിവർക്കാണ് ഇടിമിന്നലിൽ പൊള്ളലേറ്റത്. ഇവരെ കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. വിസ തട്ടിപ്പിനിരയായ യുവതി തൂങ്ങി മരിച്ചു. ആത്മഹത്യക്ക് ശ്രമിച്ച ഭർത്താവും. തലവടി മാളിയേക്കൽ ശരണ്യാണ് തൂങ്ങി മരിച്ചത്. 34 വയസ്സായിരുന്നു. വിദേശത്ത് ജോലി ചെയ്യുകയായിരുന്ന ശരണ്യ നാട്ടിലെത്തിയ ശേഷം പുതിയ വിസയിൽ പോകാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. പാലാ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന വ്യക്തിക്ക് വിസയും വിമാന ടിക്കറ്റിനും പണം കൈമാറിയിരുന്നതായി പറയുന്നു. പോകാനുള്ള വസ്ത്രങ്ങൾ വരെ പാക്ക് ചെയ്ത ശേഷമാണ് വിസ തട്ടിപ്പ് അറിയുന്നത്. ഇതിൽ മനനൊന്ത ശരണ്യ വീട്ടിലെ കിടപ്പുമുറിയിൽ തൂങ്ങി മരിക്കുകയായിരുന്നുവെന്നാണ് സൂചന. ഓടിക്കൂടിയ നാട്ടുകാർ ശരണ്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. പോലീസ് സംഭവ സ്ഥലത്തെത്തി ശരണ്യയുടെ ഭർത്താവിനോട് വിവരങ്ങൾ ചോദിച്ചറിഞ്ഞു. പോലീസ് നാട്ടുകാരുമായി ആശയവിനിമയം നടത്തുന്നതിനിടെയാണ് ശരണ്യയുടെ ഭർത്താവ് വീടിന്റെ വാതിൽ പൂട്ടിയ ശേഷം ആത്മഹത്യക്ക് ശ്രമിച്ചത്. പോലീസും നാട്ടുകാരും ചേർന്ന് വാതിൽ തകർത്ത് അകത്ത് കടന്ന് കയററുത്തു മാറ്റി ഇയാളെ ആശുപത്രിയിൽ എത്തിച്ചു. 7 വർഷം മുമ്പ് വിവാഹിതരായ ഇവർക്ക് മക്കളില്ല. പാലാ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന വ്യക്തി തലവടിയിലെ പലരുടെയും കയ്യിൽ നിന്നും വിസയ്ക്ക് പണം വാങ്ങിയതായി സൂചനയുണ്ട്. ഇയാളെക്കുറിച്ച് എടത്വ പോലീസ് അന്വേഷണം ആരംഭിച്ചു. മറീന ബീച്ചിൽ വ്യോമാഭ്യാസം. തിക്കിലും തിരക്കിലും പെട്ട 3 പേർക്ക് ദാരുണാന്ത്യം. ചെന്നൈ മറീന ബീച്ചിൽ നടന്ന IAF എയർ ഷോ കാണാനെത്തിയ 3 പേർ തിക്കിലും തിരക്കിലും പെട്ട് മരിച്ചു. 92ാമത് IAF ദിനാചരണത്തോടനുബന്ധിച്ച് നടന്ന പരിപാടിയിലാണ് സംഭവം. 100ഓളം പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ചെന്നൈ കൊരുക്കുംപോട്ട് ജോൺ, ദിനേഷ് കുമാർ, തിരുവട്ടിയൂർ സ്വദേശി കാർത്തികേയൻ എന്നിവരാണ് മരിച്ചത്. യുദ്ധവിമാനങ്ങളുടെയും ഹെലികോപ്റ്ററുകളുടെയും സാഹസിക പ്രകടനം ഞായറാഴ്ച രാവിലെ 11 മണിക്കാണ് ആരംഭിച്ചത്. ഏകദേശം 13 ലക്ഷത്തോളം ആളുകൾ പരിപാടിക്കെത്തിയെന്നാണ് വിവരം. കനത്ത ചൂടിനെ പോലും വകവയ്ക്കാതെയാണ് പലരും പരിപാടി കാണാനെത്തിയത്. തൃശൂർ പാറമേക്കാവ് അഗ്രശാലയിൽ തീപിടുത്തം. പാറമേക്കാവ് ക്ഷേത്രത്തിന് സമീപമാണ് അഗ്രശാല. അഗ്രശാലയുടെ മുകളിലത്തെ നിലയിലാണ് തീപിടുത്തം ഉണ്ടായത്. അഗ്നിശമന സേന സ്ഥലത്തെത്തി തീ നിയന്ത്രണ വിധേയമാക്കി. സംഭവത്തിൽ അട്ടിമറി നടന്നിട്ടുണ്ടോ എന്ന് അന്വേഷിക്കണമെന്ന് പാറമേക്കാവ് ദേവസ്വം ആവശ്യപ്പെട്ടു. സർക്കാർ വിഷയത്തിൽ ഇടപെടണമെന്നും പാറമേക്കാവ് ദേവസ്വം അഭിപ്രായപ്പെട്ടു.